സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണമേ. രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണമേ. അമരസഭയുടെ അധികാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണമേ. ലോകം നീക്കുന്നതിന്റെ കുഞ്ഞാളെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നതിന്റെ കുഞ്ഞാളെ കർത്താവേ ഈ സകല തേടി മധ്യസ്ഥപേക്ഷിച്ച് നോക്കണമേ. എത്രയും പെട്ടെന്ന് അശ്വിന് വിദേശത്തേക്ക് പോകുവാൻ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്താൽ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട സുജ ജോസിന്റെ എല്ലാ നിയോഗങ്ങളെയും ടീച്ചറിന്റെ കുടുംബത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവർ മുന്നോട്ട് വരിക. ഇതിനായി നമുക്ക് ഉപയോഗിക്കാം.
അമല ബാസ്റ്റിൻ ചങ്ങനാശ്ശേരി ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറുവാനും എത്രയും വേഗം ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ ഏകലോക മധ്യസ്ഥയായ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനങ്ങളുടെ സന്തോഷത്തിലാണ് നമ്മുടെ ഏകലോക കുടുംബം. ഇന്ന് പ്രത്യേകമായിട്ട് ഈ മത്തായിയിൽ ജീവിതത്തിലേക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി നവോദന വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഇന്ന് പ്രത്യേകമായി സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം. ഒരു ഇടവക തിരുനാളും ഇടവകയിലെ നവീകരണം സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ ഏകലോക മധ്യസ്ഥയായ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനങ്ങളുടെ സന്തോഷത്തിലാണ് നമ്മുടെ ഏകലോക കുടുംബം. ഇന്ന് പ്രത്യേകമായിട്ട് ഈ മത്തായിയിൽ ജീവിതത്തിലേക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി നവോദന വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഇന്ന് പ്രത്യേകമായി സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം. ഒരു ഇടവക തിരുനാളും ഇടവകയിലെ നവീകരണത്തിന്റെ സമയമാണ്. ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ കർത്താവിനോട് ഇവിടെയൂടെ അടുക്കുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു പോയിരിക്കുന്ന ദിനങ്ങളാണ്. ഒരു പരിശുദ്ധ ബലിയും സഭയിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ആരാധനയാണ്. നമുക്കറിയാം, കർത്താവ് മിശിഹ 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവരിയിൽ കുരിശിലെ രക്തം ചെലുത്തി തന്റെ ബലി അർപ്പിച്ചു, തന്റെ ജീവൻ അർപ്പിച്ചു. അതേ ബലിയാണ് ഔദാശികമായ ലോകമെമ്പാടും ഓരോ ആൾക്കാരുകളിൽ ഓരോ നിമിഷവും അർപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അത്താഴയിൽ ഒത്തുകൂടിയിരിക്കുമ്പോൾ അതേ ബലി കർത്താവ് അർപ്പിച്ച അതേ ബലി നമ്മൾ അർപ്പിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കർത്തൃ സന്നദ്ധിയിലാണ് ഒരു അവബോധത്തിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരാം. ഓരോ ബലി അർപ്പണത്തിലും സ്വർഗം മുഴുവന്റെയും സാന്നിധ്യമുണ്ട്. അവിടുത്തെ വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്. വിശുദ്ധരുടെ എല്ലാം മൗനമായി അവരുടെ ഏറ്റവും മുൻപിലായി പരിശുദ്ധ കന്യകമറിയാം ഈ അത്താഴയിൽ ബലിയർപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ കുരിശിൽ ചോട്ടുന്ന അമ്മ ഈ ബലിവേദിയുടെ സമീപത്തായി തന്നെ ഉണ്ട്. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കട്ടെ. സ്വർഗം മുഴുവന്റെയും സാന്നിധ്യവും ആരാധനമാരുടെ സാന്നിധ്യവും അങ്ങനെ ഒരു സ്വർഗീയമായ കൂട്ടായ്മയിലാണ് ഓരോ ബലിയർപ്പണം നടക്കുന്നത്. സമയമാണ്. ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ കർത്താവിനോട് ഇവിടെയൂടെ അടുക്കുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു പോയിരിക്കുന്ന ദിനങ്ങളാണ്. ഒരു പരിശുദ്ധ ബലിയും സഭയിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ആരാധനയാണ്. നമുക്കറിയാം, കർത്താവ് മിശിഹ 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവരിയിൽ കുരിശിലെ രക്തം ചെലുത്തി തന്റെ ബലി അർപ്പിച്ചു, തന്റെ ജീവൻ അർപ്പിച്ചു.
അതേ ബലിയാണ് അവകാശികമായ ലോകമെമ്പാടുള്ള ഓരോ ആൾക്കാരുകളിൽ ഒരു നിമിഷവും അർപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അൾത്താരയിൽ ഒത്തുകൂടിയിരിക്കുമ്പോൾ അതേ ബലി കർത്താവ് അർപ്പിച്ച അതേ ബലി നമ്മൾ അർപ്പിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കർത്തൃ സന്നദ്ധിയിലാണ് ഒരു അവബോധത്തിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരാം. ഓരോ ബലി അർപ്പണത്തിലും സ്വർഗം മുഴുവൻ്റെയും സാന്നിധ്യമുണ്ട്. അവിടുത്തെ വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്. വിശുദ്ധരുടെ എല്ലാം മകളുമായി അവരുടെ ഏറ്റവും മുൻപിലായി പരിശുദ്ധ കന്യകമറിയാം ഈ അത്താഴയിലെ ബലിയർപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ കുരിശിൽ ചോട്ടുന്ന അമ്മ ഈ ബലിവേദിയുടെ സമീപത്തായി തന്നെ ഉണ്ട്. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കട്ടെ. സ്വർഗം മുഴുവൻ്റെയും സാന്നിധ്യവും മാലാഖമാരുടെ സാന്നിധ്യവും അങ്ങനെ ഒരു സ്വർഗീയമായ കൂട്ടായ്മയിലാണ് ഓരോ ബലിയർപ്പണം നടക്കുന്നത്. നമ്മൾ കർത്താവിന്റെ പരമപരിശുദ്ധനായ കർത്താവിന്റെ ബലിയർപ്പിക്കുവാൻ നമ്മൾ അയോഗ്യരാണ്, ബലഹീനരാണ്, പാപം ചായമുള്ളവരാണ്. നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടത്തേക്ക് പ്രീതികരമായ ഒരു ബലിയർപ്പിക്കാനായി തന്നെ ഒരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും
വിശിഷ്ടമുള്ള വായന. അക്കാലത്ത് യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവനെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്കുകേട്ട് പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്? ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവന് വിടതി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിൽ സൗരത്തിനല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവബോധിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ കൈകൾ വെച്ച് സുഖപ്പെട്ടാലല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസനാഗത്തെ കുറിച്ച് അവർ വിസ്മയിച്ചു. ഇവർ ഗ്രാമപ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. കർത്താവിന്റെ സുവിശേഷം. സത്വാർത്ത ഈ ഒരു വലിയ മഹാസംഭവം എങ്ങനെ നടക്കും എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഓവർഷാഡോയും പരിശുദ്ധാത്മാവിന്റെ ആവാസം നിലവിലുണ്ടാവും. അങ്ങനെയാണ് ഈ പരിശുദ്ധനായ ദൈവപുത്രൻ ഉണ്ടാകുന്നത് എന്ന് അമ്മയോട് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് നമ്മൾ കേട്ടത്. ഇതാണ് കർത്താവദാസന്റെ വാക്യങ്ങൾ നിലവിലത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ സാധാരണമായിട്ടുള്ള ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക് സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെയുമാണ് പ്രശ്നം നടന്നുപോയത്. എല്ലാ സാഹചര്യങ്ങളും ഒരു മനുഷ്യ വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയുമാണ് പ്രശ്നം നടന്നുപോയത്. ഇവിടെ നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ നാശത്തിന് ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവി പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാം, നമ്മളെ എല്ലാ മനുഷ്യരെ പറ്റിയുള്ള പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. നീ എനിക്ക് ബഹുമാനം പ്രിയകരമാണ്, എന്റെ പേര് എന്റെ ഉള്ള കൈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ വചനത്തിൽ വിളിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുക. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതം ഈ ലോകത്ത് ആരംഭിച്ചത് തന്നെ പരിശുദ്ധ അമ്മയിൽ ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ മംഗളവാർത്തയ്ക്ക് ശേഷം അമ്മയുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാവും, ദൈവത്തിന്റെ പദ്ധതിയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു എങ്കിലും ദൈവത്തിന് തന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ മനുഷ്യരുടെ സഹകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തിൽ നമ്മുടെ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ഞാനൊരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടവർക്ക് ഒരു പുരോഹിതനായി ജീവിക്കാനുള്ള പദ്ധതി ദൈവത്തിന്റെ 5-ാം വാക്യം പറയുകയാണെങ്കിൽ, ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് മനസ്സിലുണ്ട്. ഒരു അപ്പന്റെയും അമ്മയുടെയും ആ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. എല്ലാവരെയും കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ പദ്ധതി, ദൈവത്തിന്റെ മനസ്സിലുള്ള പദ്ധതി ദൈവത്തിന് പൂർത്തീകരിക്കാനായിട്ട് മനുഷ്യന്റെ സഹകരണം ആവശ്യമാണ്. നമ്മളുടെ സഹായം കൂടാതെ നമ്മളെ ശ്രദ്ധിച്ച ദൈവത്തിന് നമ്മളുടെ സഹകരണം കൂടാതെ നമ്മളെ രക്ഷിക്കാനും കഴിയുകയില്ല എന്ന വിശുദ്ധ അഗസ്തീനോസ് നമ്മൾ വായിച്ചു നോക്കുകയാണ്. ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ നമ്മളുടെ സഹകരണം ആവശ്യമാണ്. ദൈവം എന്നെ വിളിച്ച് പുരോഹിതനായിട്ട് അഭിഷേകിക്കപ്പെട്ടുവെങ്കിൽ ദൈവം എന്നെ വിളിക്കുന്നതിന് തോന്നല്, എനിക്ക് ഒരു പുരോഹിതനാകണമെന്ന് എന്റെ മനസ്സിൽ ഒരു ഉൾവിളി എനിക്ക് തോന്നുമ്പോൾ ഞാൻ പക്ഷേ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ അമ്മയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടത് അവള് കൃപയിൽ ജീവിച്ചതുകൊണ്ടായിരുന്നു. എപ്പോഴും ദൈവത്തിന്റെ കൃപയ്ക്ക് മേൽ കൃപ നിറഞ്ഞവളായിരുന്നു.
ആദ്യത്തില് ഉണ്ടായിരുന്ന അവർക്ക് ഉത്ഭവമില്ലാതെ അവിടെ ജനിച്ച അവസ്ഥ, ആ കൃപയുടെ അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു പാലിച്ചു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അകപ്പാടുകൾ, ദൈവത്തിന്റെ പദ്ധതികൾ അവർക്ക് ക്രമേണ ഓരോ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുമെങ്കിലും ഭാവി ജീവിതം, ഈ ലോകത്തുള്ളവരുടെ ജീവിതം അനിശ്ചിതമാണ്, നമുക്ക് വ്യക്തമല്ല. ഇത് എങ്ങനെയാണ് നിറവേറുന്നത് നമുക്ക് വ്യക്തമല്ല. നമ്മളിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളുടെ മാനസിക ബുദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ബുദ്ധിയിൽ പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആ പദ്ധതി വെളിപ്പെടുത്തപ്പെട്ടിരുന്നെങ്കിലും മാനസികമായ ചില പ്രതിബന്ധങ്ങൾ, മാനസികമായ പ്രലോഭനങ്ങൾ പല രീതിയിൽ വരാം. പ്രലോഭനങ്ങളായിട്ട് വരാം, പല വ്യക്തികളുടെ സാഹചര്യങ്ങളിലൂടെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ പല എതിർപ്പുകൾ നമ്മൾ വചനം പാലിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയോട് മറുതലിക്കുന്ന അവസരങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ കൃപയുടെ ഒഴുക്കിന് അവിടെ തടസ്സം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. വിശ്വാസത്തിന്റെ ഭാഗമായി ഉറച്ചു നിന്നുകൊണ്ട് ഈശോയുടെ ജീവിതം തങ്ങളുടെ ജീവിതം മാതൃകയാക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ളവരായി തീരുവാനും ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ ദൂതുമാതാവഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗങ്ങൾ വെച്ച് വേദനകളിലൂടെ സഹനങ്ങളിലൂടെയും കടന്നുപോകുന്ന എല്ലാ സഹോദരങ്ങളെയും ഏറെ പ്രത്യേകമായി ചികിത്സാ സൗകര്യമോ സഹായമോ ഇല്ലാതെ മരവിച്ച അവസ്ഥയിൽ ജീവിതം മരവിച്ചവരെ അന്ന് കരുണയോടെ കടാക്ഷിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അനുഗ്രഹമായി കൂടെ ഉണ്ടാകണമെന്ന് പരിശുദ്ധ മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ പാപക്കടങ്ങളും ജീവിക്കാതെ അനുഭവിക്കാനിടയാക്കണമെന്ന് പരിശുദ്ധ മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ എല്ലാ അനുഭവങ്ങളും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, ഈ പ്രാർത്ഥന കേട്ടവരെ
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായ ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള കൃത്യമായൊരു കാണിക്കാൻ കൃത്യമാകട്ടെ. അങ്ങനെ അങ്ങ് തിരഞ്ഞെടുപ്പുകളോട് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ ആ കരിന്റെ ഭർത്താവായ ഭാഗ്യയുടെ അവസ്ഥയോട് സംതൃപ്തരാകപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടൻ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടന്റെ വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ക്ലീറ്റസ് ആണ്. അച്ഛന് പ്രത്യേകമായി നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഫെറോന കുടുംബത്തിലെ അംഗമാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് നമ്മുടെ പ്രഘോഷണത്തിലൂടെ നമ്മളെ എല്ലാവരെയും ദൈവാനുഭവത്തിലേക്ക് നയിച്ച നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഷിൻഡു അച്ഛന് എന്റെയും നിബിനച്ഛന്റെയും തിരുനാൾ കമ്മിറ്റിയുടെയും ഇടവക സമൂഹത്തിന്റെയും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഒരു കയ്യടിയോടെ നമ്മുടെ നന്ദി ബഹുമാനപ്പെട്ട ഷിൻഡു അച്ഛനെ സമർപ്പിക്കാം. ഇന്നത്തെ ദിവ്യബലിക്ക് സഹകാർമ്മികനായ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട നിബിൻ അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ മഠത്തിലേക്ക് പോയത്. ഇന്നലെ അവർ പള്ളിയിലെ അൾത്താരയിലെ പൂക്കൾ ഒരുക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് നമ്മുടെ ഇടവക കുടുംബത്തിന്റെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. മാതാവിന്റെ മാധ്യസ്ഥത എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും ലഭിക്കട്ടെ എന്ന് ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രസിദ്ധന്തിമാരായും മാതാവിന് കിരീടം ധരിക്കുന്നതിനും വിശുദ്ധ കുർബാന ഏറ്റെടുത്ത് നടത്തിയ എല്ലാവരെയും, നിങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ ലൂർദ് മാതാവിന്റെ മാധ്യസ്ഥത തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ചേട്ടനെയും ജെസി ടീച്ചറെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. നാളെ നമ്മുടെ തിരുനാളിന്റെ 6ാം ദിനമാണ്. നോട്ടീസിൽ പറഞ്ഞതുപോലെ 5:30 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. 5:30 ജപമാല, ലിറ്റനി, നൊവേന. നാളത്തെ കുർബാന മരണമാണ് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, നമ്മളെ ഒത്തിരി സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഇടവകയിലെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ജോണച്ചന്. നമ്മളെ ഒരുപാട് കൊണ്ട് നമ്മുടെ കടമയാണ്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും നാളെ 5:30 തന്നെ ദേവാ ഭയങ്കര 10 രൂപ 15 രൂപ എന്നാണ് തീരുമ്പോ 20 രൂപ അതേപ്പാ ഇത് കുമ്പളപ്പോ 10 പൈസ എടുത്തില്ല, ഫോൺ എടുത്തില്ല, വീട്ടിലൊന്നുമില്ല. വീട്ടുണ്ടോ ഞാൻ ഇത് കണ്ടില്ല.
എത്ര രൂപയായി